Dalton's atomic theory. Postulates of Dalton's atomic theory. First postulate. Matter consists of indivisible particles are called atoms. ദ്രവ്യം നിർമ്മിച്ചിട്ടുള്ള വിഭജിക്കാൻ കഴിയാത്ത അടിസ്ഥാന കണികകളെയാണ് ആറ്റം എന്ന് പറയുന്നത്. സെക്കൻഡ് പോസ്റ്റ്ലേറ്റ്. Atoms of same element have identical properties and atoms of different element have different in properties. ഒരേ തരത്തിലുള്ള ഒരേ എലമെൻറ്റിൻ്റെ ആറ്റങ്ങളെല്ലാം ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും. എന്നാൽ ഡിഫറെൻ്റ് ആറ്റംസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ഷോസ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് വ്യത്യസ്ത സ്വഭാവമായിരിക്കും. ഒരേ മൂലകങ്ങളുടെ ഒരേ എലമെൻറ്റിൻ്റെ ആറ്റങ്ങൾക്ക് ഒരേ സ്വഭാവമായിരിക്കും. തേർഡ് പോസ്റ്റ്ലേറ്റ്. Compounds are formed when atoms of different elements combine in a fixed ratio. For example, H2 plus Cl2 gives 2HCl. ഇവിടെ 1:1 എന്നുള്ള റേഷ്യോയിൽ ഡിഫറെൻ്റ് എലമെൻസിൻ്റെ ആറ്റംസ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. ഇനി ഫോർത്ത് വൺ. കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവ് റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ്. ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു റീഓർഗനൈസേഷൻ, ഒരു റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ആണ് നടക്കുന്നത്. ഇവിടെ നോക്കുക, H2 2 ഹൈഡ്രജൻ ആറ്റം 2 ക്ലോറിൻ ആറ്റം. ഇവിടെ റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ടാണ് 2HCl എന്ന് പറയുന്ന ഹൈഡ്രജൻ ക്ലോറൈഡ് ഫോം ചെയ്തത്. ഇനി കെമിക്കൽ റിയാക്ഷൻ involve reorganization of atoms. Last postulate. Atom neither be created nor be destroyed. ആറ്റംസിനെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ആറ്റം ക്യാൻ neither be created nor be destroyed.